ഞാനുള്ളത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലാണ്. പോക്ക് പോയാൽ ചിലപ്പോൾ ഹോട്ടൽ അടച്ചിടേണ്ടി വരും. വേറെ ഇവിടെ വിറവെടുപ്പൊന്നും ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള ഇതില്ല. സ്ഥിരമായി പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. 3 നേരം പുറത്തുനിന്ന് കഴിക്കുന്നവരാണ്. ഫുഡില്ലെങ്കിൽ അറിയില്ല, തിരിച്ചു വീട്ടിൽ പോകാനേ പറ്റത്തുള്ളൂ. പൂരി മസാല ചുട്ട് വയ്ക്കുന്ന പരിപാടിയോ ചൂടായിട്ടുള്ള ഒരു ഐറ്റവും ഇല്ല. ഇനി നമ്മുടെ ഇൻഡക്ഷൻ കുക്കറോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം സംഘടിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് പാചകം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കോഫി ഹൗസ് തുടങ്ങുമ്പോഴെല്ലാം തന്നെ, കേരളത്തിൽ തുടങ്ങുമ്പോഴെല്ലാം തന്നെ കോഫി ഹൗസ് പ്രവർത്തിച്ചത് ഇതുപോലെ വിറകടുപ്പിലായിരിക്കും. കാരണം ആണ് ഇന്ന് തൊട്ടാണോ അതോ ഇന്നലെ തൊട്ട് മാറിയോ? ഇന്നലെ മുതൽ. സമയം കൂടുതൽ എടുക്കും അല്ലേ? സമയം കൂടുതലെടുക്കും. നമ്മൾ നാച്ചുറലോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു വക കഴിക്കാൻ കിട്ടുന്നില്ല. ഈ വരുമാനം ഇല്ലെങ്കിൽ ജീവനക്കാരൻ അതാണ് പ്രധാനം ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിനടുത്തുള്ള, നമ്മളൊക്കെ ഇവിടെ ഒന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ ഓണറെ വിളിച്ചപ്പോൾ അദ്ദേഹം വിറകടുപ്പ് തിരക്കി പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു തൊഴിലാളി മാത്രമാണുള്ളത്. ഇവിടെ ഇപ്പൊ ഇന്ന് ചായ മാത്രമേ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കാൻ തന്നെ. അപ്പോ ഇപ്പൊ ഇത് തുറന്നിട്ടില്ല, ഫുഡില്ല. അപ്പൊ ഈ പരിസരത്താണെങ്കിലും മിക്ക കടകൾ അടച്ചിട്ടേക്കാണ്. ഇത്തിരി തട്ടുകളിലാണ് മെയിനായിട്ട് അടച്ചിട്ടേക്കണത്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സമാന്തരമായി പിടിച്ചു നിൽക്കാനുള്ള ഓരോ വഴികളും തേടുകയാണ്. ഇപ്പോൾ ഹോട്ടൽ ഉടമ സ്വന്തം ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ചോറും ബിരിയാണി മാത്രമാക്കാന്നുള്ള തീരുമാനത്തിലാണ്. അതെ, ചോറും ബിരിയാണി ആക്കി. കട തുടങ്ങിയിട്ട് 1 മാസമായുള്ള 1 മാസത്തിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ഒരു നിവർത്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുറച്ച് അരിയിട്ട് വച്ചിരിക്കുന്നത്. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്താണ് ഇതിനൊരു പരിഹാരം നിങ്ങൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്? പരിഹാരം നമുക്ക് ഗ്യാസ് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്നും സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. വിറകടുപ്പ് വയ്ക്കേണ്ട സൗകര്യം ഇല്ല ഞങ്ങൾക്ക്. ഈ കട അടച്ചിടുകയല്ലാതെ ഇവരുടെ മുന്നിലൊന്നും മറ്റു മാർഗമില്ലാതെ നിൽക്കുകയാണ്. റമദാൻ മാസം കൂടിയാണ്. അപ്പോൾ ഒരുപാട് പേര് രാവിലെ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. നാളെ തുറക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കുറേ വിറകിലാണ് ചെയ്യുന്നത്. കൂടുതൽ വർക്ക് ഇപ്പം 2 സിലിണ്ടർ ഒരു ദിവസത്തേക്ക് ഏകദേശം എനിക്ക് വരുന്നുണ്ട്. ഈ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നിർത്തി. റംസാൻ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ നൈസ്പത്രി പോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇനി നാളെ മുതൽ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കൽപ്പറ്റ നഗരത്തിലെ വനിതാ മെസ്സാണ്. എന്താണ് ഗ്യാസിന്റെ ഒരു സ്ഥിതി? ഇന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കടകൾ പൂട്ടേണ്ട അവസ്ഥയ്ക്കാണ് പോകുന്നത്. മെനുവൊക്കെ വളരെ വെട്ടി കുറച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. പണിക്കാരെ കുറച്ചു. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പം തന്നെ പച്ചക്കറിയുടെ ആളിവിടെ വന്ന് ചോദിക്കുക, സാധനം എടുക്കാൻ പറയുമ്പോൾ ഇവർ സാധനം വേണ്ട എന്ന് പറയുന്നു. നാളത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ഉറപ്പുമില്ല എന്ന് പറയുന്നു. അങ്ങനെ സർവ്വ മേഖലയിലും അനിശ്ചിതത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.